ഉച്ചക്ക് ഊണിനുള്ള കറിയൊക്കെ വെക്കാനായിട്ട് ഞാൻ ദേ അടുക്കളയിലേക്ക് വന്നതാണേ. എനിക്ക് ഇന്ന് കറിക്ക് ഇതാ വെണ്ടക്ക മെഴുക്ക് വരട്ടാനുണ്ട്. അപ്പോൾ ഒരു പച്ചക്കറി എന്തെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തിട്ട് വെണ്ടക്ക വാങ്ങിയതാ മെഴുക്ക് വരട്ടാന്ന് വെച്ച്. പിന്നെ ഇതാ ചെമ്മീനുണ്ട് കേട്ടോ, ഇന്നലെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരം ചാളക്കറി വെച്ചതും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചൂടാക്കി എടുക്കാമല്ലോ, അപ്പോൾ കറിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെമ്മീനൊക്കെ ക്ലീനാക്കി എടുക്കുകയാണേ. അങ്ങനെ ക്ലീനാക്കി വേഗം തന്നെ എടുക്കും. ഇത്തിരി ചെറുതായതുകൊണ്ട് ഇത്തിരി താമസം ഉണ്ടായിരുന്നേ, എന്നാലും വേഗം തന്നെ എടുത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് ഉപ്പിട്ട് വെച്ച്, എന്നിട്ടാണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. പിന്നെ ആ സമയം കൊണ്ട് അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ വെണ്ടക്ക മെഴുക്ക് വരട്ടാനായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കും. ചിലപ്പോൾ നീളത്തിലെടുക്കും, ചിലപ്പോൾ വട്ടത്തിലെടുക്കും. അങ്ങനെ തോന്നുന്ന ആ ഒരു അപ്പം എന്താണ് തോന്നുന്നത് ആ രീതിയിൽ അങ്ങോട്ട് അരിയും. അങ്ങനെ ഇന്ന് ഞാൻ വട്ടത്തിലാട്ടോ അരിയണം. അങ്ങനെ അരിഞ്ഞൊക്കെ എടുത്തിട്ട് ഇനി ചെമ്മീൻ ഒട്ടും വെള്ളം വെച്ചില്ല. പക്ഷേ ചെമ്മീനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങുമെന്നാണ് പറയണം. വെന്ത് കഴിയുമ്പോൾ പറയണതല്ല, കാണുന്നുണ്ടല്ലോ. അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി ചെമ്മീൻ അങ്ങനെ വെന്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വേഗം തന്നെ എണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ വെണ്ടക്ക അങ്ങോട്ട് മെഴുക്ക് വരട്ടി എടുക്കുകയാണ് കേട്ടോ. ആ കൂടെ തന്നെ മറ്റേ അടുപ്പിലേക്ക് വേറൊരു ചീനച്ചട്ടിയും കൂടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് പപ്പടം വറുത്തെടുക്കുകയാണ്. ഇന്ന് അമ്മ പച്ചക്കറിയാണ് കഴിക്കുക, വ്യാഴാഴ്ചകളിൽ അമ്മ പച്ചക്കറിയാണ്. അപ്പോൾ അമ്മക്ക് വേണ്ടി കുറച്ച് പപ്പടം വറുത്തതും ഈ മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതാക്കിയെടുക്കുകയാണ്, പപ്പടം കൂടി വറുത്തെടുത്തിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് പിന്നെ വറുതാളിച്ചെടുത്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ഞാൻ മെഴുക്ക് വരട്ടണം കേട്ടോ. ഇന്ന് മെഴുക്ക് വരട്ടല്ല, ചെമ്മീൻ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് പൊടികളും ചേർത്ത് ഒരു തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച് ചെമ്മീനും കൂടി ചേർത്ത് അങ്ങോട്ട് ഇതാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഭയങ്കര സുഖമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിന് ചാർജ് ഉണ്ടായില്ല, ഞാനത് അറിഞ്ഞില്ല. ആ സമയത്ത് ഫോൺ അങ്ങോട്ട് ഓഫായിപ്പോയി. അത്രയും കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടാണ്. പിന്നെ ആദ്യം തൊട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫോണിൻ്റെ ഓണാക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായി കാണിക്കുന്നത്. പിന്നെ എല്ലാവരും ഊണൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളിനി ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും വരുന്ന വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. തരുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ.